അതായത് നമ്മൾ കല്യാണത്തിലേക്ക് പോയിട്ട് വന്നിട്ട് വേറൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നമ്മൾ മറുപടിഞ്ഞ് പോകാനായിട്ട് പോവാണ്. അതിന് മുന്നേ എനിക്ക് മോനെ വിളിക്കാൻ പോകണം, മോനെയും കൂടി കൊണ്ടുപോകാനായിട്ട്. അപ്പം നമുക്ക് മോനെ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മോനെ നഴ്സറിയിൽ എടുക്കാനായിട്ടാണ്. അതിൻ്റെ കൂടെ ഇക്കാടെ മോളെയും കൂടി എടുക്കണം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരെയും എടുത്ത് റെഡിയാക്കിയിട്ട് നമ്മൾ തിരിച്ച് മാമാടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാം എടുത്തിട്ടാണ് നമ്മൾ മറുപടിഞ്ഞ് പോകാൻ. അപ്പോൾ അവിടെ തന്നെ ബസ്സുണ്ട്. ഇപ്പോൾ ബസ്സിലാണ് പോകണത് ഗൈസ്. എപ്പോഴും നമ്മൾ കാറിലേക്കല്ലേ പോകണം. അപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് നമുക്ക് എങ്ങനെ പോകാൻ, ബസ്സിൽ. അങ്ങനെ എൻ്റെ മോനെയും ഇക്കാടെ മോളെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവരെല്ലാവരുമായിട്ട് നമ്മൾ മറുപടിന് പോകണം കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ ബസ് നമ്മൾ കൊണ്ടുപോകാതെ പോയി കഴിച്ചതുകൊണ്ട് നമ്മൾ കാറിലായിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ആണ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് മറുപടിന് പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതേണ്ട ബസ്സിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരെല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് അകത്തൊക്കെ കയറി കേട്ടോ. കയറിയപ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, ജ്യൂസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അധികം വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ സൈഡിലായിട്ട് മുളക് ബജി വാഴക്കപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിക്കത്തില്ല, ഒരു മുളക് ബജി ഒരു വാഴക്കപ്പോൾ ഞാനും മോനും ഇത്രയും കൂടെ എടുത്തിട്ട് നമ്മളിതേ ഫ്രണ്ടിൽ തന്നെ വരുന്നവർക്കൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ സ്റ്റേജും ചെയർസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ കയറിയിരുന്നു, ചായയും കുടിച്ചു, ബജിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രൈഡും ഗ്രൂമൊക്കെ വന്നതിന് ശേഷം അവർക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ട് അവർ കേക്കൊക്കെ കട്ട് ചെയ്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒറട്ടി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കൻ, ബീഫ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഐസ്ക്രീമും കുടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്താടെ കസിൻ സിസ്റ്ററാണ് കേട്ടോ. കസിൻ്റെ മക്കളും എൻ്റെ മോനും കൂടി ആയിട്ട് എൻ്റെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനാണ് നിൽക്കുന്നത്. ബസ്സിൽ പോകാൻ പറ്റത്തില്ലൊരു വിഷമമുണ്ടായിരുന്നു കാര്യം ബസ്സിലെ പാട്ടിൻ്റെ ആ ഒരു വൈബ് കിട്ടുമല്ലോ എന്ന് കരുതിയാണ് മറുവീടിന് മോനെയും പൊക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ ഇതേ ഉമ്മായും മാമിയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നിൽക്കുവാണ്. ഇതെൻ്റെ ചായ അഡിക്റ്റ് ആയിട്ടുള്ളൊരു കസിനാണ്. അങ്ങനെ അവിടെ പാടിട്ടപ്പോൾ മോൻ ഡാൻസൊക്കെ കളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കസിൻ ബ്രദറായ ഇക്കയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള കമലാസുരയിൽ. അപ്പോൾ അവിടെ പോയിട്ട് മോനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ബർത്ത്ഡേ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു വീഡിയോ കാണിച്ചു തരാവേ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ടോപ്പ്, ഫാൻസി, അതേപോലെ തന്നെ ഒരുപാട് കാര്യം. വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്ത് തരുന്ന ഷെമീനത്തായാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കമലാസുരയിലാണ്. എടുക്കൂ കുട്ടി, അതിപ്പോൾ വരും. നമ്മൾ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാനായിട്ട് അമ്മാൻ്റെ അടുത്ത് പോവാണ്. പിന്നെ ഫുൾ വ്ളോഗ്, ബർത്ത്ഡേ വ്ളോഗായിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യും ഗൈസ്. ഇവിടെ തന്നെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ബാഗ്സ് ഉണ്ട്, പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ്, പെർഫ്യൂം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഷോളുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ബർത്ത്ഡേ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും കമലാസുരയിൽ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. അവിടെ തന്നെ പുതിയൊരു ഷോപ്പും തുറക്കുന്നുണ്ട് കേട്ടോ. അത് ഉടനെ ഓപ്പൺ ആക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബർത്ത്ഡേ വീട്ടിലാണ്. ഇതാണ് എൻ്റെ ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കസിൻ. പിന്നെ എന്താണ്ട് ഇക്കടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ അതേ ബർത്ത്ഡേയുടെ പരിപാടിയൊക്കെ എന്താണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫറാന കേക്ക് കൊണ്ട് തരുവാണ്. അത് കഴിഞ്ഞ് രണ്ടിക്കാമാരും കൂടി ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, കാര്യം മറുപടിന് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ വയറൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ മോനിക്ക് ഫുഡ് അവിടെയായിരുന്നു. എനിക്ക് അവിടെ പോസ്റ്റ് ആയിട്ട് കല്യാണ വീഡിയോ ഉണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു 11 മണി വരെ ഞാൻ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.